നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ. ഇന്ന് നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നല്ലൊരു അടിപൊളി ലഡുവാണ് ഉണ്ടാക്കുന്നത്. ഇത് അല്പം ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ലഡു എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ അരിപ്പയിലിട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട്. നന്നായി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ നുറുക്ക് ഗോതമ്പിനെ ഞാനിവിടെ തരിത്തരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല മിനുസത്തിലൊന്നും പൊടിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്നിങ്ങനെ അടിച്ചടിച്ച് എടുത്താൽ മതി. അപ്പോൾ ഒരു 3 തവണയായിട്ട് ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ മാറ്റി വയ്ക്കാം. നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ്, നമ്മളിവിടെ വേറെ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഈ ചൂടുള്ള പാലിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കൊന്ന് കലക്കി വെക്കാം, ഒരു മഞ്ഞ കളറിന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാനുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊടിച്ചെടുത്ത ഗോതമ്പ് നുറുക്കിനെ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാൻ ഈ പാനിലേക്ക് ഇതിടാണ്. ഒരു 3-4 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഇത് 2-3 മിനിറ്റ് ഞാനിങ്ങനെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി പാനിൽ നിന്ന് മാറ്റാണ്. നമുക്കിനി വേറെ പാൻ അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുന്തോറും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിവിടെ ഒരു 4 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട്. ഈ നെയ്യിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കശുവണ്ടിയും നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ലഡുവിൽ ഇത് കിടക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും കാണാനായിട്ട്. അപ്പോൾ മുന്തിരി തയ്യാറായിട്ടുണ്ട്. ഇതിനെ കോരിയെടുക്കാം. നന്നായി വീർത്തൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇപ്പോൾ അണ്ടിപ്പരിപ്പും കോരി മാറ്റാണ്. ഇനി ഈ നെയ്യിലേക്ക് ഞാൻ 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ഈ 250 ml അളവിൽ തന്നെയാണ് ഗോതമ്പ് നുറുക്കം എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഷുഗർ. ഞാനിവിടെ 1/2 കപ്പ് തികച്ചെടുത്തിട്ടില്ല, ഒരു 1/4 എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ അധികം ഷുഗർ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം ഞാൻ ഇതിലേക്ക് അത്രയും ഷുഗർ എടുത്തിട്ടുണ്ട്. ശരിക്കും 1/2 കപ്പ് വേണം കേട്ടോ. അപ്പോൾ 1 കപ്പിന് 1/2 കപ്പ് വേണം. പിന്നെ ഷുഗർ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തീയിലിട്ടിട്ട് ഇനി ഇതിൽ കുറച്ച് നേരം ഒന്നിന് വേവിച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടെ ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവാകുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് വേവായതിനു ശേഷം ആഡ് ചെയ്യാം.
നിങ്ങൾക്ക് ഷുഗർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തോളൂ. നമ്മുടെ ഗോതമ്പ് ഇങ്ങനെ ചെറുതായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നുറുക്കല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ നമ്മൾ അതിനെ ഒന്നും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ടല്ലോ. എന്നാലും ചെറിയ തീയിൽ കുറച്ച് നേരിട്ട് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗോതമ്പ് ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടില്ലേ, ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അതൊരു 3/4 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കോക്കനട്ടില്ലേ, നാളികേരം, അതൊന്ന് ചെരുക്കിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുത്താലും മതി. നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഡ്രൈ ആവുന്ന വരെ നമുക്കിനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്, ഇതിലെ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഈ പാനിൽ നിന്ന് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്ന് ബോളാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നല്ല ചൂടുണ്ട്, പക്ഷെ നന്നായി ചൂടാറാൻ നിൽക്കണ്ട. ചെറിയ ചൂടോട് കൂടെ തന്നെ നമുക്ക് ഇതിനൊന്ന് ബോളാക്കി മാറ്റണം. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറിയ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് നെയ്യ് തടവാണ്. നെയ്യ് തടവിയിട്ട് നമുക്കിതിനെ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള അളവിനനുസരിച്ച് നമുക്ക് ഉരുളിലേക്ക് മാറ്റാം. ഇനി കുറേശ്ശെ എടുത്തിട്ട് നമുക്കിങ്ങനെ ഓരോരോ ഉരുളയാക്കാം കേട്ടോ. ചൂടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ഇങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഷേപ്പാക്കി എടുക്കാം. കണ്ടോ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ലഡും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടാറുമ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ ഇതിവിടെ നമ്മുടെ ഈ ലഡു എല്ലാവർക്കും ഇഷ്ടമായി കാണണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ദീപാവലി ആശംസകൾ. നന്ദി, നമസ്കാരം.